ഇന്ന് കേരളത്തിൽ വിവാഹപ്രായമെത്തിയ ആണും പെണ്ണും ധാരാളം വിവാഹം കഴിക്കാതെ നടക്കുന്നില്ല. പല പ്രശ്നങ്ങളാണ്. ആൺകുട്ടികൾ SSLC കഴിഞ്ഞോ +2 കഴിഞ്ഞോ വരുമാനത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. പണ്ടുള്ള ആൾക്കാരല്ല ഇന്ന്. നല്ലപോലെ ആലോചനാശേഷിയുണ്ട്, പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ്. അതുവരെ ഒരു വരുമാനത്തെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കുന്നത്. നല്ലൊരു വരുമാനം വേണം, ജീവിക്കാനത് ആവശ്യമാണ്. പ്രായോഗിക ചിന്തയാണത്. SSLCയോ അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഒരു നല്ല പങ്കും ഏതെങ്കിലും ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനമാണ് സ്വീകരിക്കുന്നത്. അത് പഠിച്ച് നല്ലൊരു കോഴ്സ് പാസ്സായി സ്വന്തമായൊരു ബിസിനസ് തുടങ്ങും. അത് നല്ലൊരു കാര്യമാണ്. ജോലിക്ക് വേണ്ടി കാലം കളയേണ്ട കാര്യമില്ല. എന്ത് തൊഴിൽ തുടങ്ങിയാലും ന്യായമായ വരുമാനം കിട്ടും. അതിനു പുറമെ ചില ആൾക്കാർ മറ്റാൾക്കാരുടെ കീഴിൽ ജോലി ചെയ്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഒരു ഉറപ്പുമില്ല, ജോലി ചെയ്യുന്ന സമയത്ത് വരുമാനം ഉണ്ടാവും. ഏതായാലും തൊഴിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുന്നത് നല്ലത് തന്നെയാണെന്ന് ബുദ്ധിയുള്ള എല്ലാ ആൺകുട്ടികളും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ബിസിനസ്സോ ചിലരാൾ ബിസിനസ് രംഗത്തേക്ക് തിരിക്കും. ചെറിയ ബിസിനസ് ആയാൽ പോലും വരുമാനം നല്ലപോലെ ഉണ്ടാവും. ആരുടെ അടുക്കൽ ഓച്ചാനിച്ചിരിക്കേണ്ട കാര്യമില്ല, കൈനീട്ടേണ്ട കാര്യമില്ല. അവനവനാവശ്യമുള്ള പണം മുഴുവൻ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുവിന് സാധിക്കും. മറ്റ് ചിലർ അതിനേക്കാൾ കുറച്ചുകൂടി ഉന്നതമായ രീതിയിൽ ചിന്തിക്കുന്നവരാ. അവർ കൃഷി ചെയ്യും, സ്വന്തം സ്ഥലത്തും ചെയ്യും, അതോടൊപ്പം അന്യൻ്റെ ഭൂമി പാട്ടത്തിനെടുത്തും ചെയ്യും. കൃഷി മുൻകാലങ്ങളെപ്പോലല്ല, നല്ല ലാഭമാണ് ഇന്ന്. എന്ത് ഉൽപ്പാദിപ്പിച്ചാലും ന്യായമായ വില കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി അല്പം സമയം ചെലവഴിക്കാൻ കഴിവുള്ളവന് ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്നതിനേക്കാൾ വരുമാനം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നൊരു കേരളത്തിൽ ധാരാളം പേരുണ്ട്, ചെറുപ്പക്കാർ. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സൊക്കെ ധാരാളമുണ്ട്, കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. അത് ഏതും കൃഷി ചെയ്യാം. അനേക കൃഷികൾ നമുക്ക് കേരളത്തിൽ പറ്റി ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക്. അങ്ങനെ ചെയ്ത് ഭയങ്കര ലാഭം ഉണ്ടാക്കുന്നവരെ അറിയാം. എന്നാൽ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. അവരെങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി എടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് ഉയർന്ന നേഴ്സിങ്ങോ അതുപോലെയൊക്കെ എന്തെങ്കിലും പാസ്സാകാനാ. ഒരു നേഴ്സിന് കേരളത്തിൽ ഒരു 20,000 രൂപ കിട്ടും. പുറത്തു പോയാൽ 1, 2, 3, 4 ലക്ഷമൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ പുറത്തു പോകാനുള്ള സൗകര്യങ്ങൾ വേണം, അതിന് താല്പര്യമുള്ളത് വേണം. ഉന്നതമായ നേഴ്സിംഗ് കോഴ്സ്, ഡിഗ്രി കോഴ്സ്, അതായത് BSc വല്ലതും BSc നേഴ്സിംഗോ വല്ലതും വേണ്ടി വരും. അല്ലാത്തതിനൊക്കെ ഡിമാൻഡില്ല. ഈ ചുറ്റുപാടിൽ പെൺകുട്ടികൾ ഇങ്ങനെ പ്രത്യേകിച്ച് വീട്ടിൽ നിൽക്കേണ്ടത് നിങ്ങൾ ഡിഗ്രിയൊക്കെ എടുക്കും. MA പാസ്സായെന്ന് വെച്ചു. ആൺകുട്ടികൾക്ക് MA പാസ്സാകാതെ ഈസിയായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ അവരുടെ പ്രായോഗിക ചിന്ത അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചതാണ്. ഇത് MA പാസ്സായ ഒരു പെൺകുട്ടി പറയും എനിക്ക് MA-കാരനെ മതിയെന്ന്. അങ്ങനെ നിൽക്കും ഒരു 30 വയസ്സ് വരെ. അപ്പോഴാണ് ബുദ്ധി തെളിയുന്നത്. ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന പുരുഷൻ വേണമെന്ന് കൊള്ളാവുന്നില്ല, അവസാനം കിട്ടുന്നവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അതാണ് കാണുന്നത്. എന്നാൽ വരുമാനം ഉണ്ടാക്കാൻ ശേഷിയുള്ള മിടുമിടുക്കരായ ചെറുപ്പക്കാർ ഈ നാളിൽ ധാരാളമുണ്ട്. അവർ തൊഴിലല്ല നോക്കേണ്ടത്, പണം സമ്പാദിക്കാനും അത് സൂക്ഷിക്കാനും ഉള്ള ത്രാണി, കഴിവ് അതുകൊണ്ടെന്നാണ് നോക്കേണ്ടത്. പെൺകുട്ടികൾ അങ്ങനെയാണ് നോക്കേണ്ടത്. നല്ല സംസ്കാരമുള്ളവരാണ് വേണം, നല്ല സംസ്കാരമുള്ള ഫാമിലി ആവണം. അതല്ലാതെ ഈ ഡിഗ്രി ഇല്ല, ഡിഗ്രി കൊണ്ട് എന്നെ നേടാനാ. ഡിഗ്രിയും ട്രിപ്പിൾ ഡിഗ്രിയൊക്കെ ഉള്ളവരുണ്ട്. ട്രിപ്പിൾ MA-ക്കാരൻ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അവസാനം ട്യൂട്ടോറിയൽ കോളേജ് ക്ലാസ് എടുത്തങ്ങ് നശിച്ചു. ഒരു കോളേജ് കുറച്ച് നേരം ലക്കാപ്പിച്ചേ കിട്ടൂ, പിന്നെ വേറെടുത്തോട്ട് പോകും. ഒരു രക്ഷയില്ല. അങ്ങനെ ട്രിപ്പിൾ MA പാസ്സായതൊക്കെ എനിക്കറിയാം. ഒരു കഥയില്ല. ഡിഗ്രി എടുത്ത് പെൺപിള്ളേർക്ക് വേറെ പണി എന്നാ ചെയ്യുന്നത്? നേഴ്സിംഗൊന്നും പോയില്ലെങ്കിൽ അവൾ ഡിഗ്രി എടുക്കുന്നതുകൊള്ളാം. പക്ഷെ ബുദ്ധി ഇച്ചിരി ഉണ്ടാവണം. ആൺപിള്ളേർക്ക് വരുമാനം ഉണ്ടെന്ന് നോക്കണം. നല്ല വരുമാനം ഉണ്ടാക്കാൻ ശേഷിയുള്ളവനാണെന്ന് നോക്കണം. അവനെക്കൊണ്ട് കഴിവുണ്ടോ എന്ന് നോക്കണം. കഴിവാണ് നോക്കേണ്ടത് ആൺപിള്ളേരുടെ.
നല്ല നല്ല ആരോഗ്യം കഴിവുള്ള ചെറുപ്പക്കാരെ തപ്പിപ്പിടിക്കണം. അവൻ്റെ ഡിഗ്രി ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഡിഗ്രി ഒന്നുമല്ല ആൺപിള്ളേർ. അവന്മാർ ഡിഗ്രി എടുക്കാൻ പോയാൽ വലിയ ഉന്നത ബിരുദമൊക്കെ എടുക്കും. ഒന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ബുദ്ധി പ്രവർത്തിപ്പിച്ചിട്ടാണ് ഈ വ്യവസായമോ കൃഷിയോ കച്ചവടമൊക്കെ തുടങ്ങുന്നത്. ഈ കച്ചവടം കൃഷി എന്നൊക്കെ പറയുന്ന വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. അവനെ മിടുക്കനാണോ എന്ന് നോക്കണം, വരുമാനം ഉണ്ടോ എന്ന് നോക്കണം. 30 വയസ്സ് കഴിഞ്ഞല്ല പെൺകുച്ചിനെ കെട്ടിക്കേണ്ടത്. അത് ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും 25 വയസ്സിന് ഒരു 26 മുമ്പ് വിവാഹം നടന്നിരിക്കണം. എത്ര കൂടിയാലും അതല്ല വേണ്ടത്. ഒരു 23 മുമ്പാണ് വിവാഹം നടക്കേണ്ടത് ശരിക്കും പെൺപിള്ളേർക്ക്. അത് നിശ്ചയമായിട്ടും നടക്കണം. അല്ലാതെ ഡിഗ്രിക്കാരൻ വന്നെങ്കിലേ ഞാൻ കല്യാണം കഴിക്കുമെന്ന് നോക്കിയിരിക്കുകയില്ല. വെറും ശുദ്ധ മണ്ടത്തരമാണ്, അങ്ങേയറ്റം മണ്ടത്തരമാണ്. 30 വയസ്സായാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പലതാണ് പെൺപിള്ളേർക്ക്. അങ്ങനെ 30 വയസ്സ് ഇരിക്കരുത്. 23 വയസ്സിന് മുൻപ് ഏത് പെൺകുട്ടിയും വിവാഹം കഴിച്ചിരിക്കണം. അവൻ ആരോഗ്യമുള്ളവനാണോ, അവൻ സംസ്കാരമുള്ളവനാണോ, സംസ്കാരമുള്ള ഫാമിലിയാണോ എന്നൊക്കെയാണ് നോക്കേണ്ടത്. വരുമാനം ഉണ്ടോയെന്നാണ്. വരുമാനമാണ് മുഖ്യം. ഡിഗ്രി നോക്കിയാൽ വേണ്ട. SSLCക്ക് താഴെ വെച്ച് നിർത്തിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഉള്ളവൻ പോലും വരുമാനം നല്ലപോലെ ഉണ്ടാക്കുന്നവനാവണം. അത് സമ്പാദിക്കാനുള്ള കഴിവ് വേണം. അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നവനാവണം. കണ്ടവൻ്റെ പുറകെ വാലുപാട് നടക്കുന്നവനാവല്ലേ. സ്വന്തമായ അഭിപ്രായവും സ്വന്തമായ പണമുണ്ടാക്കാനുള്ള ശേഷിയും ന്യായമായ ആരോഗ്യവും നോക്കണം. ഇത്ര മാത്രമേ പെൺകുട്ടികൾ നോക്കാവുള്ളൂ. എങ്കിലേ വിവാഹം യഥാസമയം നടക്കുകയുള്ളൂ. അതാണ് നല്ലത്. അല്ലാതെ ഈ ഉള്ള കാലം മുഴുവൻ ഡിഗ്രി ഞാനൊരു MA എടുത്തു പോയി എന്ന് വിചാരിച്ചു. പാമ്പിള്ളേർക്ക് MA എടുക്കുക എന്നുള്ളത് നിസ്സാരമാണ്. അവർക്ക് എടുക്കാൻ വയ്യഞ്ഞിട്ടല്ല, അവർക്ക് വരുമാനം വേണമെന്നുള്ള ബുദ്ധിയുടെ പ്രവർത്തനം കൊണ്ട് അവർ ആ രംഗത്ത് വേറൊരു രംഗത്തേക്ക് തിരിഞ്ഞു പോയത്. പ്രൊഫഷണൽ സ്റ്റൈലിലൊക്കെ പോയെന്ന് വരും ചിലപ്പോൾ. അത് സ്വന്തമായ തൊഴിൽ തുടങ്ങിയെന്ന് വരും, സ്വന്തമായി കൃഷി ചെയ്തെന്ന് വരും, സ്വന്തം ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും ജോലി ചെയ്ത് പൈസ സമ്പാദിച്ചെന്ന് വരും. അവൻ പണം വേണം. പണം കയ്യിലുണ്ടോ എന്ന് നോക്കണം. പണം കയ്യിലുണ്ടോ, സംസ്കാരം നോക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. സാംസ്കാരിക നിലവാരം വേണം. ഇല്ലാത്തത് നമ്മൾ ചേരുകയില്ല. മറ്റൊന്നുമില്ലെങ്കിലും സാംസ്കാരിക നിലവാരം നന്നോന്ന് വന്നു കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല. ജാതി നോക്കണ്ട. ഇപ്പോൾ തന്നെ ഈ ജാതി നോക്കുന്ന ഇത് പോയി. എല്ലാവരും ഹിന്ദുക്കളുടെ കൂട്ടത്തിലാണെങ്കിൽ എല്ലാവരും രാമായണം വായിക്കുന്നു, ഭഗവത്ഗീത വായിക്കുന്നു, അവർ ക്ഷേത്ര ദർശനം ചെയ്യുന്നു, ഭാഗവതം വായിക്കുന്നു, ക്ഷേത്ര ദർശനം കഴിയുന്നു, അവിടുത്തെ വഴിപാടുകളൊക്കെ കഴിക്കുന്നു. ഇതെല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ് ഹൈന്ദവനെല്ലാവരും ചെയ്യുന്നത്. അതിൽ തന്നെ സാംസ്കാരിക നിലവാരം മാറ്റം വരും. ഹിന്ദുക്കളുടെ സംസ്കാരം ഒന്നാണെങ്കിലും കുറച്ചൊരു മാറ്റം വരും. ചില കുടുംബങ്ങളുടെ ചില പാരമ്പര്യം രീതി അതൊന്ന് പൊരുത്തപ്പെടുമോ നോക്കിയാൽ മതി. അല്ലാതെ ഈ ജാതി ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ വയനാട് പ്രദേശങ്ങളിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ അധികം പേരും ജാതിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എല്ലാവർക്കും നമുക്കെല്ലാം ഉള്ളതല്ലേ രാമായണവും ഭാഗവതവും. നമ്മളെല്ലാം ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഭജിക്കുന്നവരല്ലേ, നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നവരല്ലേ, കുളിച്ച് തൊഴാറുള്ളതല്ലേ, പ്രാർത്ഥിക്കാറുള്ളതല്ലേ, കാണിക്കിടാറുള്ളതല്ലേ, നമ്മൾ പിരിവ് കൊടുക്കാറില്ലേ, അമ്പലങ്ങളിലേക്ക് ഉത്സവങ്ങൾക്ക് പോകാറില്ലേ. നമുക്കെന്തോ വ്യത്യാസം? നമ്മളെല്ലാം ഒന്നല്ലേ. ഹിന്ദുക്കളെല്ലാം ഒന്നെന്നുള്ളൊരു തോന്നൽ മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്. വിവാഹം തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണിന് പോവാം, ആൺപിള്ളേർക്കും പോവാം. അങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കേണ്ട കാര്യം കഴിഞ്ഞിപ്പോൾ. ഇപ്പോൾ തന്നെ അത് ചെയ്യേണ്ടതാണ്. അല്ലാതെ എൻ്റെ ജാതിപ്പെട്ടവൻ വന്നേ പറ്റൂ, അത് പണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അത് നോക്കേണ്ട കാര്യമില്ല. ഒരു 23 മുമ്പ് ആരെങ്കിലും ഒന്ന് വിവാഹം കഴിക്കും. പെങ്കൊച്ചുങ്ങളുടെ വിവാഹം 23 മുമ്പ് ഉറപ്പായിട്ടും. ഒരു ആൺപിള്ളേരുടെ ഒരു 28 മുൻപ് കഴിഞ്ഞിരിക്കണം, നിർബന്ധമായിട്ട് കഴിഞ്ഞിരിക്കണം. 28 മുൻപ് കഴിഞ്ഞിരിക്കും. 26 പോലെ ആലോചിച്ച് തുടങ്ങണം. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ വേണ്ടത്. അല്ലാതെ പെങ്കൊച്ചുങ്ങൾ ഡിഗ്രി എടുത്താൽ ഉടനെ ഇത് എനിക്ക് മാത്രമുള്ളതാണ്, എനിക്ക് മാത്രമുള്ള കഴിവാണ്, മറ്റ് ആണുങ്ങളെ എല്ലാ SSLCക്കാരാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ ഉണ്ടാവുമെന്ന് മാത്രം നോക്കണം. ഏറ്റവും നല്ല സംസ്കാരം ഉണ്ടോ, നല്ല നിലവാരമുള്ള ഫാമിലിയാണോ സാംസ്കാരികമായിട്ട്, മോശം തൊഴിൽ ആയൊരു അല്ല. അതുപോലുള്ള കാര്യം നിങ്ങളെല്ലാം നോക്കാനുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ മോശമെന്ന്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാരണവശാലും ആൺപിള്ളേരുടെ കഴിവും വരുമാനം ഉണ്ടാക്കാനുള്ള ശേഷിയും നല്ലൊരു മൊത്തത്തിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ളൊരു ശേഷിയും ന്യായമായ ആരോഗ്യവും ഇതാണ് വേണ്ടത്. ഇത് നോക്കി ആൺപിള്ളേരെ സ്വീകരിക്കാൻ ഏത് പെണ്ണും തയ്യാറാവണം. അല്ലാതെ 23 വയസ്സിന് മുന്നോട്ട് പോവുകയോ ചെയ്യല്ലോ ഒരൊറ്റ പെൺകുട്ടി പോലും. അതിന് വിവാഹം ഉറപ്പായിട്ട് വേണം. 23 മാക്സിമം, അതിനിപ്പുറം വിവാഹം നടന്നിരിക്കണം.
അങ്ങനെ 23 വയസ്സിൽ വിവാഹം, അതിന് മുന്നോട്ട് ഒട്ടും വിടാൻ പാടില്ല. കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് എത്രയും പെട്ടെന്ന് നടത്തിക്കോണത്, അതാണ് നല്ലത്. പല വഴിക്ക് ചിന്തിച്ചുകൊണ്ട് പറയുന്നതാണ്. ജാതി നോക്കുകയേ വേണ്ട, അത് പോയി. നമ്മൾക്ക് എല്ലാവർക്കും ഒരേ ഗ്രന്ഥങ്ങൾ, ഒരേ ആരാധനാക്രമം, എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ എന്തുമായി വയനാട്ടിൽ മാറിക്കഴിഞ്ഞു. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ മാറിക്കഴിഞ്ഞത്. ഒരു നോട്ടവും ഇല്ല. അന്യോന്യം ആലോചിക്കും. പെണ്ണും ആണും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് വിവാഹം കഴിക്കുന്നുണ്ട്. ഈ സാംസ്കാരിക നിലവാരം അവർ നോക്കുന്ന കാര്യമായിട്ടും വരുമാനവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ ജാതി നോക്കേണ്ട കാര്യമില്ല. മതം നോക്കണം. മതം സംസ്കാരം വ്യത്യസ്തമായതുകൊണ്ട് അത് ശരിയല്ല, അത് വലിയ കുഴപ്പമാണ്, പ്രശ്നത്തെ വരും. അത് വേണ്ട. ജാതി നോക്കണ്ട. ജാതികൾ അവഗണിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാം. നമ്മുടെ പൂർവ്വന്മാരും ഈ സമയം നോക്കിയാൽ, പൊരുത്തവും നോക്കിയല്ലല്ലോ വിവാഹം കഴിച്ചത്. നമ്മുടെ ശ്രീരാമൻ പൊരുത്തം നോക്കിയോ? സീതയെ കല്യാണം കഴിക്കുമ്പം ശ്രീരാമൻ്റെ അനിയന്മാർ വല്ലതും പൊരുത്തം നോക്കിയിട്ടാണോ? പെണ്ണിൻ്റെ പൊരുത്തം നോക്കിയാണോ വിവാഹം കഴിച്ചത്? ശ്രീകൃഷ്ണൻ എന്ത് വിവാഹം കഴിച്ചു? ഏതെങ്കിലും ഒന്നിന് പൊരുത്തം നോക്കിയിട്ടുണ്ടോ? അർജുനൻ എത്ര വിവാഹം കഴിച്ചു? ഒന്നിനെങ്കിലും പൊരുത്തം നോക്കിയിട്ടുണ്ടോ? നമ്മുടെ മഹാന്മാരാരും നോക്കിയിട്ടില്ല. നമ്മളെ ആരാധിക്കുന്ന ആൾക്കാരും നോക്കിയിട്ടില്ല. ഈ അതിന് ശേഷം വന്നുകൂടിയ ഒരു വിപത്തായത്. ഒരു കഥയുള്ളതല്ല. ഈ അറം പറ്റുക എന്ന് കേട്ടിട്ടില്ലേ? ഓട്ടോ സജഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇത് ഈ ജാതകം നോക്കി അതുപോലെ ആകാനുള്ളൊരു അബോധസാരത്തിൻ്റെ ഒരു പ്രേരണ കിട്ടും. അങ്ങനെയാണ് ഈ ജാതകം ഫലിക്കുന്നത്. ഒരു ജാതകവും ഫലിക്കുകയില്ല. അത് നോക്കുകയേ വേണ്ട. ഒരു കാരണവശാലും നോക്കണ്ട. അതല്ല, കർമ്മഫലം അനുഭവിച്ചാലേ പറ്റുള്ളൂ. ഭഗവത്ഗീത പറയുന്നുണ്ട്, പശുരമങ്ങളോടെ വർഷം മുന്നോട്ട് പോയാലും കർമ്മഫലം അനുഭവിച്ചേ പറ്റുമെന്ന്. പിന്നെ എങ്ങനെയാണ് ഇത് മാറ്റി വെക്കാൻ പറ്റുന്നത്? അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ ജ്യോതിഷം നോക്കി ചേർച്ചയുണ്ടോ എന്ന് നോക്കുകയല്ല. പെണ്ണും പുരുഷൻ സ്ത്രീയും തമ്മിൽ ഇഷ്ടപ്പെടുമെന്ന് നോക്കുക. സാംസ്കാരിക നിലവാരം കുടുംബങ്ങൾ തമ്മിൽ നോക്കുക. വരുമാനം ഉള്ളവരാണോ എന്ന് നോക്കുക. ആരോഗ്യം ന്യായമായിട്ടുള്ളവരാണോ എന്ന് നോക്കുക. ഇത് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഒരു ജാതകപ്പൊരുത്തം നോക്കണ്ട. മണ്ടത്തരമാണ്, ശുദ്ധ വിഡിത്തമാണ്. അത് ഹിന്ദുക്കളുടെ ഇടയ്ക്ക് വന്നുകൂടിയ വലിയൊരു വിപത്താണ്. ഒരു കുഴപ്പമില്ല. എൻ്റെ സ്നേഹിതൻ അത് 30 വയസ്സ് വരെ വിവാഹം കഴിക്കാതിരുന്നൊരു എമ്മക്കാരിറ്റിയുണ്ട്. ചൊവ്വാദോഷം, കടുത്ത ചൊവ്വാദോഷം. ഇവന് ഒരു കുഴപ്പമില്ല. ഇവനൊരു യാതൊരു കൃത്രിമമായിട്ടുണ്ടാക്കി ഇപ്പോൾ കല്യാണം കഴിച്ച് 2 പിള്ളേരുണ്ട്. അവർക്ക് അത് കഴിഞ്ഞ ഉടനെ സ്കൂളിൽ ജോലിയും കിട്ടി. എയ്ഡഡ് സ്കൂളിൽ ജോലിയും കിട്ടി. എമ്മക്കാരിയാണ്. 2 പെൺപിള്ളേരുണ്ട്. 2 പിള്ളേരുണ്ട്. മൂത്തവൻ ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ 2 ഒരു കുഴപ്പമില്ല. ഇപ്പം അത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞില്ലേ, എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ള. പുരുഷനും സ്ത്രീയും എമ്മക്കാരാണ്. 2 പേരും എമ്മക്കാരാണ്. ഒരു പ്രശ്നവുമില്ല. ചുമ്മാ അതായത് ഒരു കഥയുള്ള സംഗതി അല്ലിത്. ഇത് വിശ്വസിക്കരുത്. ഇതൊന്നും നോക്കണ്ട. ഈ 2 കാര്യം, പൊരുത്തം എന്ന് പറയുന്നത് സാംസ്കാരിക പൊരുത്തം, ധനശേഷി ആണിനുണ്ടോയെന്ന് നോക്കണം. ആൺപിള്ളേരാണ് നോക്കേണ്ടത്. ആൺപിള്ളേരത് സമ്പാദിച്ചിരിക്കണം. പണം ആവശ്യമുള്ളത്ര പണം വേണം. എല്ലാ കാര്യങ്ങൾക്കുള്ള പണം വേണം. ആരുടെ അടുക്കൽ ഓച്ചാനിക്ക് നിൽക്കേണ്ടി വരരുത്. അതുമാത്രം നോക്കി വേണം വിവാഹം നടക്കാൻ. എത്രയും പെട്ടെന്ന് പെങ്കൊച്ചുങ്ങൾ ഇത് ബുദ്ധിയിലൊന്ന് കയറട്ടെ. ഡിഗ്രി എടുത്തുകൊണ്ട് കുഴപ്പമില്ല, ഡിഗ്രി ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ അത് കൊടുത്താൽ മതിയോ? നമ്മൾ അരിയും സാധനങ്ങളും കടയിൽ പോയി വാങ്ങിച്ചിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതിയോ? വിടുകയില്ല അവരെ. ആ സാധനത്തിന് പണം എണ്ണി കൊടുക്കണം. പണം എണ്ണി കൊടുക്കണമെങ്കിൽ പണം ഉണ്ട്, കൈ വേണമെങ്കിൽ നല്ല പൈസയുള്ള ആൺപിള്ളേർ വേണം. അവർ പൈസയ്ക്കാണ് ശ്രമിക്കുന്നത്. അതിനായി ഒത്തിരി മുന്നോട്ട് ഡിഗ്രി എടുക്കാനൊന്നും പോകാത്തത്. അവർ നല്ല അന്തസ്സായി കൃഷി ചെയ്ത് ലക്ഷങ്ങളാണ് ഓരോ വർഷവും സമ്പാദിക്കുന്ന ചെറുപ്പക്കാരുണ്ട് നാട്ടിൽ. ഒരു കുഴപ്പം, മിടുക്കന്മാരാണ്. അവർക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനെ സമ്പാദിക്കാൻ ശേഷിയുള്ളവന് എന്നും സമ്പാദിക്കാനുള്ള ശേഷിയും ദൈവം കൂടെ നിൽക്കും. കഴിവുള്ളവൻ്റെ കൂടെയാണ് ഈശ്വരൻ. കഴിവില്ലാത്തവൻ്റെ കൂടെ ഈശ്വരൻ നിൽക്കുകയില്ല. അതൊന്ന് മനസ്സിലാക്കുക. പ്രാപ്തിയുള്ളവൻ്റെ കൂടെ ദൈവം നിൽക്കുകയുള്ളൂ. അങ്ങനെയാണ് പ്രപഞ്ച നിയമം. പ്രാപ്തി ഇല്ലാത്തവൻ്റെ കൂടെ ദൈവം നിൽക്കുകയില്ല. അവൻ ദൈവം നോക്കുകയാണ്, തഴഞ്ഞുകളി. മനസ്സിലായോ? ഒരു പ്രാപ്തിയില്ല, കഴിവ് കൊടുത്താൽ ഇങ്ങോട്ട് വിടുന്നത്. അത് അവൻ പ്രയോജനപ്പെടുത്താതെ മണ്ടം കളിച്ച് നടക്കുക, കണ്ടോൻ്റെ പുറകെ നടക്കുക. അവന് ഒന്നും ഈശ്വരൻ്റെ കടാക്ഷം ഉണ്ടാകത്തില്ല. ദൈവം കടാക്ഷിക്കണമെങ്കിൽ ജനിച്ചു വന്നപ്പോഴേ ദൈവം കൊടുത്തു വിട്ട കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന മിടുമിടുക്കനായിരിക്കണം. അങ്ങനത്തെ ഉള്ളവനെ ആ പെൺപിള്ളേർ നോക്കേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും ജാതകപ്പൊരുത്തം നോക്കല്ലേ, മറ്റൊന്നും നോക്കണ്ട, ഡിഗ്രി നോക്കണ്ട, SLC താഴെ ആയിക്കോട്ടെ. അവന് വരുമാനമുണ്ടോ, അവന് പൈസ ഉണ്ടോ, അവന് കപ്പാസിറ്റി ഉണ്ടോ,
വന്നിട്ടുണ്ടോ, ആരോഗ്യമുണ്ടോ, ഇത്രമാത്രം നോക്കിയാൽ മതി. എത്രയും പെട്ടെന്ന് ഓരോ പെൺകുട്ടി ചിന്തിച്ച് തുടങ്ങണം. എല്ലാവരും 23 വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കുകയും ചെയ്യണം. ഇതൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ.